പെണ്ണിനെ കൊല്ലുന്നതുകൊണ്ട് നമ്മുടെ കണക്ക് തീരില്ല. എടാ കൊച്ചനെ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ കളമൊന്ന് മാറ്റി ചവിട്ട്. നിന്റെ കാൽച്ചോട്ടിൽ ഒരു ചുവന്ന പരവതാനി ഞാൻ വിരിച്ചു തരാം. നീ കരുതുന്നത് പോലെ നിന്റെ ശത്രുപാളയത്തിലെ വെറും ഒരു യോദ്ധാവല്ല ഞാൻ. ഗൗതം വിശ്വനാഥ്, ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ മകൻ. ഒരിക്കൽ നീ കത്തിച്ച പട്ടടയിൽ നിന്ന് തെറിച്ചുപോയ ഒരു കനൽ നിന്റെ ഒടുക്കത്തെ കാട്ടുതീയുടെ വിത്താകാൻ ചുട്ടുപഴുത്ത് കാത്തുകിടക്കായിരുന്നടാ ഇത്രയും കാലം. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ മൊറൈസിന് മടിയില്ല പുള്ളേ. ഇതിന്റെ കാഞ്ചി വലിക്കാനുള്ള കരുത്ത് നിന്റെ കൈകൾക്കില്ല. നമുക്കിനിയും കാണണം. നിന്റെ ചാവ് മണി കൊട്ടിയിട്ടേ ഞാൻ ഈ കളം വിട്ടു പോകൂ. പാപത്തിന്റെ ശിഷ്ടം തേടിയെത്തിയല്ലേ? ഈ യുദ്ധത്തിൽ എന്റെ ഭർത്താവ് തോറ്റുപോകുമല്ലോ എന്നാണ് എന്റെ പേടി. ഒഴിച്ചു കുളം തോണ്ടിയപ്പോ അറിയാതെ കയ്യിന്ന് വഴുതി വീണ വിത്ത് വളർന്ന് മരമായി ഇന്ന് വഴിമുടക്കുന്നു. അനുവാദം തന്നാൽ ഒരു നിമിഷം കൊണ്ട് വെട്ടിയറിയാം. വേണം, പക്ഷെ അതിനു മുമ്പ് ആരാണ് അതിനെ വളമിട്ട് വളർത്തിയെന്നറിയണം. ഞാനാണ് മുന്ന. കൊല്ലം മുമ്പ് നീ ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്ക് കണക്ക് ചോദിക്കാനാണ് നിന്റെ മാളത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത്. ഒറ്റയ്ക്കല്ല, നീ ഊതിപ്പറത്തിയ ചാരത്തിൽ നിന്നും ഞാൻ തോണ്ടിയെടുത്ത ഒരു കനലുമായി. ഗൗതം, ഒരിക്കൽ നീ വെട്ടിയെറിഞ്ഞ ഈ കൈക്ക് പകരം ഞാൻ വളർത്തിയെടുത്ത എന്റെ കൈയാണവൻ. കണ്ണ് തുറന്ന് കാത്തിരുന്നോ, ആ കൈ നിന്റെ തലയെടുക്കും. ശത്രു ഒരാളല്ല, പലരാണ്. ഇനിയൊരംഗം നമ്മുടെ വിജയം ഉറപ്പാക്കിയിട്ട് മാത്രം. ഹായ് ഗൗതം. ലജ്ജയില്ലാതെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു പെണ്ണിനോട് ഗൗതത്തിന് വെറുപ്പാണെന്നറിയാം. കാണാനുള്ള ആഗ്രഹം അടക്കാൻ ഏറെ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഐ എം സോറി. ഒന്നോർത്താൽ മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഗൗതത്തെ വെറുക്കുമായിരുന്നു. സ്വന്തം ഡാഡിയുടെ ശത്രുവിനെ അറിയാതെ ആരാധിച്ചു പോയ ഞാനൊരു വിഡ്ഢിയാണ്, അല്ലേ ഗൗതം? ആരുടെ ആരാധനയ്ക്ക് ഞാൻ അർഹനല്ല. നിനക്കെന്നെ വെറുക്കാം. എനിക്കതിനാവുന്നില്ല. ഇരുട്ടിന്റെ വഴിയെ പായുകയായിരുന്നു. ഗൗതം എന്നെ ഒന്ന് തടഞ്ഞു നിർത്തി. ആ ഞെട്ടലിൽ നിന്നുണർന്നപ്പോൾ കടന്നു വന്നത് തെറ്റിന്റെ വഴിയിലൂടെ ആയിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. താങ്ക്സ്. എനിക്ക് അതിനെങ്കിലും കഴിഞ്ഞല്ലോ. ഗൗതം, എനിക്കൊരു പുതിയ ഷെറിനാകണം. ഡാഡി വലിച്ചെറിയുന്ന ബ്ലാങ്ക് ചെക്കുകളിലും ലഹരി മരുന്നുകളിലും അർത്ഥശൂന്യമായ ബന്ധങ്ങളിലും നഷ്ടപ്പെടുത്തി എന്നെ എനിക്കൊന്ന് വീണ്ടെടുക്കണം. Can you help me? ഷെറിൻ, ആ മനസ്സിന്റെ കോണിലെങ്ങാനും ഒരിടം. ഡോണ്ട് ബി സില്ലി. എനിക്കൊന്ന് മാത്രമേ കഴിയൂ. ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനാകാം. കടന്നു വന്ന വഴികളിലൂടെ നീ ഇനി തിരിച്ചു പോവില്ലെന്ന് ഉറപ്പ് തന്നാൽ. Never, never in my life. മയക്കുമരുന്നിന് അടിമയാക്കി ഹേമന്ത് നിന്നെ മുതലെടുക്കുകയായിരുന്നു. അവൻ ഈ സിറ്റിയിലെ ലഹരി മരുന്ന് ലോകത്തിന്റെ രാജാവാണ്.
ഒരു സത്യം ഞാൻ പറയട്ടെ, നിന്റെ ഡാഡിയുടെ വിശ്വസ്തനായ ആ അടിമയുടെ കയ്യിൽ നിന്നാണ് നിന്നെ ഞാനിന്ന് രക്ഷപ്പെടുത്തിയത്. ഐ കാൺ ബിലീവ് ഇറ്റ്. യു ഹാവ് ടു. നിന്നെ വീണ്ടെടുക്കണമെന്ന് നീ എന്നോട് പറഞ്ഞു. നിന്നെ വീണ്ടെടുക്കുന്നതോടൊപ്പം അവന്റെ മയക്കുമരുന്ന് റാക്കറ്റിൽ കുടുങ്ങിപ്പോയ ഒത്തിരി ചെറുപ്പക്കാരെ നമുക്ക് വീണ്ടെടുക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ? യെസ്, ഐ വിൽ ഡു ഇറ്റ്. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വിശേഷിച്ച് എന്തെങ്കിലും? ഉണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷം. നിന്റെ അച്ഛന്റെ ചിത്രത്തിന് ജീവൻ വെച്ച് എന്റെ ആത്മാവിന്റെ ശാന്തിക്കായി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരവുണ്ടോ? മനസ്സിലായില്ല. നിന്റെ അച്ഛനെ കൊന്ന ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ രക്തത്തിൽ കുരുത്ത വിഷച്ചെടി നിന്റെ കൺമുമ്പിൽ തഴച്ചു വളർന്നു നിൽക്കുന്നു. ഗൗതം, നിന്റെ അച്ഛന്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. ഈ യുദ്ധം നമുക്കൊരുമിച്ച് പൂർത്തിയാക്കാം. നമ്മുടെ പത്മവ്യൂഹത്തിൽ നിന്നും അവൻ രക്ഷപ്പെടരുത്. അച്ഛനെ കൊന്നവന്റെ മകനോട് മകൻ പകരം ചോദിക്കുന്ന കുടിപ്പകയുടെ കഥ ഞാനും ആവർത്തിക്കും. ചോരയുടെ വില ഞാൻ അവനെ പഠിപ്പിക്കും. എന്റെ പ്രിയദർശിനി മോളെ, പൊന്നും വിലയുള്ള നിന്റെ തന്തയുടെ കയ്യൊപ്പിലല്ലേ ഈ പാവം മഹാദേവന്റെ കളി മുഴുവൻ. ഓ ശംഭോ മഹാദേവ. കാറിന്റെ താക്കോല്. ഏത് കാറ്? മൊറീസ് മലയാളി തന്നയച്ചതാ. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഊ, ഊ. വൗ. കൊള്ളാം. ആഹാ. ഉം. ഓ. ഉം. നിന്റെ ജന്മാഭിലാഷം പൂവണിയുന്ന ഈ സുദിനം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? മൊറേസ് മഹാമനസ്കന. കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന പ്രിയയെ കൊല്ലാനുള്ള നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചിട്ടും അയാൾ വാക്ക് മാറിയില്ല. പുതുപുത്തൻ ഫോറിൻ കാർ. Go away. Go away. ഇല്ലെങ്കിൽ I will shoot you. ഷൂട്ട് മീ. ഷൂട്ട് മീ, യു son of a... എന്താടാ ഇത്? എന്ന് മുതലാടാ പ്രിയദർശിനി മിൽസിന്റെ ഓഫീസ് നിന്റെ അടുക്കളപ്പുറത്തായത്? I think this is very innovative. Look at these colors. Gautam, what is this? പ്രിയദർശിനി മിൽസിന്റെ വിശ്വസ്തനായ മാനേജർ മഹാദേവൻ, വിൽസൺ മൊറേസിന്റെ 30 വെള്ളി കാശിന് വേണ്ടി നിങ്ങളെ ഒറ്റുകൊടുത്ത യൂദാസ്. അയ്യോ, വിശ്വാസമാവുന്നില്ലല്ലേ? തെളിവുകൾ ഞാൻ തരാം. ഇതൊക്കെ എന്താണെന്നറിയോ? പ്രിയദർശിനി മിൽസിന്റെ തലയിലെടുത്ത് മാറ്റാൻ ഈ തെണ്ടി ഉപയോഗിച്ച വിശുദ്ധ വസ്തുക്കൾ. കൊല്ലം എന്റെ ഉപ്പും ചോറും തിന്നതിന്റെ കൂലി എനിക്ക് നീ തന്നു. ഇനി നിങ്ങൾക്ക് വേറെന്തറിയണം? പ്രിയയെ കൊല്ലാൻ കൂട്ടുനിന്നതിന്റെ കഥകൾ ഇവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണോ? ഇനി എന്തിനു ബാക്കി വെച്ചേക്കണം? കൊല്ല്, എന്നെ എന്റെ മകളെയും കൊല്ല്. ഡാഡി ഇവനെ പോലീസിൽ ഏൽപ്പിക്കൂ. വേണ്ട മോളെ, വേണ്ട. ഇവനെ വിശ്വസിച്ച് എന്റെ കരളും പറിച്ച് കയ്യിൽ വെച്ച് അവൻ സ്വൈര്യമായി നടക്കട്ടെ.
എടാ, ഒരു നേരത്തെ ആഹാരത്തിന് തെണ്ടി തിരിഞ്ഞ് ഈ വീടിന്റെ പടി കടന്ന് വന്നവനാണ് നീ. പിടിച്ച് മെത്തയിൽ കിടത്തിയപ്പോൾ ഇത്രയ്ക്ക് വിഷം പുറ്റിയ പാമ്പാണെന്ന് കരുതിയിലടാ ദ്രോഹി. ചെല്ല്. എന്റെ കുഞ്ഞുങ്ങളുടെ തലയെടുക്കാൻ മൊറൈസിന് ഇനിയും നിന്നെ ആവശ്യം വരും. പോടാ. മാപ്പ് എല്ലാത്തിനും.